മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിക്ക് പിന്നാലെ ഉപമുഖ്യമന്ത്രി പദം രാജിവെക്കാനുള്ള ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ തീരുമാനം പിൻവലിച്ചേക്കും. രാജി വേണ്ട എന്ന നിലപാട് ദേശീയ നേതൃത്വം സ്വീകരിച്ചു എന്നാണ് സൂചന. മുന്നണി യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന അജിത് പവാറിനെ അനുനയിപ്പിക്കാനുള്ള നീക്കവും BJP തുടങ്ങിയേക്കും. തോൽവിയുടെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്താണ് ഫഡ്നാവിസ് ഉപമുഖ്യമന്ത്രി പദം രാജിവെക്കാൻ ഒരുക്കമെന്ന് പ്രഖ്യാപിച്ചത്. സംഘടനാ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ ഇറങ്ങുന്ന തനിക്ക് മറ്റുത്തരവാദിത്തങ്ങൾ ബാധ്യതയാകുമെന്നാണ് ഫഡ്നാവിസ് നേതൃത്വത്തോട് വിശദീകരിച്ചത്. എന്നാൽ ഫഡ്നാവിസിന്റെ രാജി സർക്കാരിന്റെ ഘടനയിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്ന നിഗമനം പരിഗണിച്ചാണ് കേന്ദ്ര നേതൃത്വം എതിരഭിപ്രായം അറിയിച്ചത്. സമീപകാലത്ത് ഫഡ്നാവിസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പരീക്ഷണങ്ങളിൽ പലതും പാളുന്ന കാഴ്ചയാണ് സംസ്ഥാനത്തുള്ളത്. സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുടെ ഉപദേശം കാര്യമായി ഇനി ഉപയോഗപ്പെടുത്തണമെന്നാണ് ഇന്നലെ നടന്ന BJP കോർ കമ്മിറ്റിയിലെ തീരുമാനം. ഒപ്പം പിളർത്തിയ ശിവസേനയെ ഒരുമിപ്പിച്ച് ഒപ്പമെത്തിക്കാനും ആലോചിക്കുന്നു. ഇക്കാര്യത്തിൽ RSSന്റെ സഹായവും തേടിയേക്കും. അതേസമയം മുന്നണി യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന് നിസ്സഹരണത്തിലുള്ള അജിത് പവാറിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമവും തുടരും. കുറവ് സീറ്റ് നൽകിയ സീറ്റിൽ കാലുവാരി എന്നീ പരാതികളാണ് അജിത്തിനുള്ളത്. മോദിയുടെ റാലികളിൽ നിന്ന് പോലും വിട്ടുനിന്ന അജിത്ത് ഫലം വന്നതോടെ നിലപാട് കടുപ്പിച്ചു. അജിത്തിനെയും ഒപ്പമുള്ള MLA-മാരെയും കൂടെ എത്തിക്കാനുള്ള നീക്കം ശരത് പവാർ ക്യാമ്പും നടത്തുന്നുണ്ട്. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24.